നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായിരുന്നു റോഡിൽ വെച്ച് പൊന്നുമണിയായിട്ട്? അവള് നന്നാവാനൊന്നും പോകുന്നില്ല. അതിന് ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. വേറെ ആരാണെങ്കിലും എന്റെ രക്തം തിളക്കില്ലായിരുന്നു. ഇത് ശരത്ത്. അവനുമായിട്ട് അവൾക്ക് എന്താ ബന്ധം? ശരത്തുമായിട്ടോ? അവളോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് തന്നെയാ എനിക്കും തോന്നിയത്. ഞാനത് ചോദിച്ചപ്പോ അവള് തട്ടിക്കേറി. എനിക്ക് ദേഷ്യം വന്നു. ഞാനും തിരിച്ചു പറഞ്ഞു, സൂക്ഷിക്കണം അവളെ. ഇപ്പോഴും അവള് തെറ്റായ വഴി കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം അവളോട്. ഒരനുഭവം കൊണ്ട് പഠിച്ചില്ലല്ലോ എന്നാ എന്റെ സങ്കടം. ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ശരത്ത്. അവൻ ഇവളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ആർക്കറിയാം? ഞാൻ സംസാരിക്കാം. ചിലപ്പോ റോഡിൽ വെച്ച് യാദൃശികമായിട്ട് കണ്ടതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിലെന്തോ ഒരു ചതി ഞാൻ മണക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ക്ലിനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? അത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്താ സാർ? ഞങ്ങൾക്ക് ഈ ക്ലിനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. സാർ, ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ ക്ലിനിക്കിനൊരു ഗുഡ് വില്ലുണ്ട്. അത് തകർക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഞങ്ങൾക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെർച്ച്. ഈ ക്ലിനിക്കിൽ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടെന്നാ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. മയക്കുമരുന്നോ? ഇവിടെയോ? ഒരിക്കലും ഇല്ല സർ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. എടോ, പോയി സെർച്ച് ചെയ്യടോ. സാർ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നെ തകർക്കണം, അത് തന്നെയാ. എനിക്ക് തോന്നുന്നത് ഇതെന്തോ കെണിയാണെന്നാ. അല്ലെങ്കിൽ ഇവര് വരില്ല. സെർച്ച് കഴിയട്ടെ. എന്തെങ്കിലും കണ്ടു കിട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. മടിയിൽ കനമുള്ളവനല്ലേ വിശാലെ പേടിക്കേണ്ടതുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് 100% ഉറപ്പുണ്ട്. പിന്നെന്താ പ്രശ്നം? സാർ, അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നില്ല അല്ലേ? ഡോക്ടറല്ലേ പറഞ്ഞത് ഞങ്ങൾ ഈ ക്ലിനിക്കിന്റെ ഗുഡ് വില്ല് തകർക്കാൻ നോക്കുന്നെന്ന്? അപ്പം അതെന്താ സാധനം? സാറേ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാ. എന്നെ ആരോ ചതിച്ചതാ. അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാൽ മതി ഡോക്ടറെ. ഡോ, തഹസിൽദാരെ വിളി. ആ തൊണ്ടി മുതലേ സീൽ ചെയ്യണം. ശരി സാർ.
ഇനി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സാറേ, മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇത്. ഈ സ്ഥാപനം പൂട്ടിക്കാൻ ശത്രുക്കൾ പലരും ശ്രമിക്കുന്നുണ്ട്. അവരാരെങ്കിലും കൊണ്ടുവച്ചതായിരിക്കും ഇത്. അതെ സാറേ, അങ്ങനെ അവനെ വഴിയുള്ളൂ. സാറ് വിശദമായിട്ട് അന്വേഷണം നടത്തണം, എന്നിട്ടേ ഒരു തീരുമാനത്തിലെത്താൻ പാടുള്ളൂ. തൊണ്ടി മുതൽ പിടിച്ച കേസായത്. ഇനി എന്തിനാ അന്വേഷണം? ഇത് എങ്ങനെ ഇവിടെ വന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടർ, ഇതാരും മനഃപൂർവ്വം ചതിച്ചതാ. നമസ്കാരം സാർ. എന്താ സാർ ഇവിടെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, റെയ്ഡാ. അയ്യോ, എന്തിന്? മയക്കുമരുന്ന് വ്യാപാരം. ആണോ?